അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് എം ടി സെറ്റ് എന്ന് പറയുന്ന മറ്റൊരു പേര് വോയിഡ് സെറ്റ് ഓർ നൾ സെറ്റ്. ഇതെല്ലാം എം ടി സെറ്റിന് പറയുന്ന മറ്റ് രണ്ട് പേരുകളാണ്. എം ടി സെറ്റ് എന്താണെന്നാണ് നമുക്കിന്ന് പഠിക്കുന്നത് അല്ലേ. ഒരു സെറ്റ് എം ടി സെറ്റ് എന്ന് പറയണമെങ്കിൽ സെറ്റിലെ എലമെന്റുകളൊന്നും ഉണ്ടായി. ഇപ്പോൾ എലമെന്റുകളൊന്നും ഇല്ലാത്ത സെറ്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് എം ടി സെറ്റ്. നമുക്ക് അങ്ങനെ ഒത്തിരി എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ. ശ്രദ്ധിക്കുക, എ സെറ്റ് which does not contain any element is called empty set. എലമെന്റുകളൊന്നും ഇല്ലാത്ത സെറ്റിനെയാണ് empty set എന്ന് വിളിക്കുന്നത്. The empty set is denoted by the symbol. സെറ്റിന്റെ സിമ്പിൾ ഇടുക, അതിനകത്ത് എലമെന്റ് ഒന്നും എഴുതാതിരിക്കുക. ഓർ ഫൈ, ഇതൊരു ഗ്രീക്ക് ലെറ്റർ ആണ്, ഇത് നമ്മൾ ഫൈ എന്നാണ് വായിക്കേണ്ടത്. ഇത് രണ്ടും empty സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ്. ഒന്നെങ്കിൽ സെറ്റ് എഴുതുക, അതിനകത്ത് എലമെന്റ് എഴുതാതെ എഴുതുക, അല്ലെങ്കിൽ എങ്ങനെ എഴുതുക, നൾ സെറ്റ്, നൾ സെറ്റ് ഫൈ. അപ്പോൾ അതാണ് നൾ സെറ്റിന്റെ നൊട്ടേഷൻ. നമുക്ക് എക്സാമ്പിൾ ശ്രദ്ധിക്കാം. A equal to set of all x such that x square equal to 3 and x is a rational number. ഈ സെറ്റ് കൺസിഡർ ചെയ്ത് എന്താണ് എക്സ് സ്ക്വയർ 3. എക്സ് സ്ക്വയർ 3 ആണെങ്കിൽ നിങ്ങൾക്കറിയാം തീർച്ചയായിട്ടും എക്സ് എന്ന് പറഞ്ഞാൽ √3 ആണ്. √3 റാഷണൽ ആണോ അല്ല. അപ്പോൾ എക്സ് സ്ക്വയർ 3 ആകത്തക്ക വിധം റാഷണൽ ആയിട്ട് ഒരു നമ്പറും ഇല്ല അല്ലേ. എക്സ് സ്ക്വയർ 3 ആകത്തക്ക വിധം എക്സ് ഉണ്ട്, അത് √3 ആണ്. അത് റാഷണൽ ആണോ അല്ല, അത് ഇറാഷണൽ. അപ്പോൾ ഈ സെറ്റിനകത്ത് റാഷണൽ ആകത്തക്ക വിധം എക്സ് സ്ക്വയർ 3 ആകുന്ന ഒരു എക്സുകളുമില്ല. അപ്പോൾ ഈ സെറ്റ് എന്താണ്, നൾ സെറ്റാണ്. B equal set of all x such that x is a student presently studying in both the classes class 10 and class 11. ക്ലാസ് 10ലും ക്ലാസ് 11ലും ഒരേ സമയം പഠിക്കുന്ന സ്റ്റുഡൻറ്റുകളുടെ സെറ്റ്. നമുക്കറിയാം അങ്ങനെ ഒരു സ്റ്റുഡൻറ് ഉണ്ടാവത്തില്ല അല്ലേ. അപ്പോൾ ആ സെറ്റ് എന്താണ്, വോയിഡ് സെറ്റ് അഥവാ നൾ സെറ്റ് അഥവാ എന്താണ്, എം ടി സെറ്റ്. അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കുക. C is equal to set of all x such that x square equal to 4 and x is odd. നമുക്കറിയാം എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സ് എന്താണ്, √4 പ്ലസ് ഓർ മൈനസ് 2 അല്ലേ. ആ പ്ലസ് ഓർ മൈനസ് 2 എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ ഈവൻ ആണ്. അപ്പോൾ എക്സ് ഓഡ് ആകത്തക്ക വിധം എക്സ് സ്ക്വയർ 4 ആകത്തക്ക വിധം ഒരു എക്സുകളും ഇല്ല. അപ്പോൾ ഈ സെറ്റിനകത്ത് എന്തില്ല, എലമെന്റുകളില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് എം ടി സെറ്റിന് എക്സാമ്പിൾ. അപ്പോൾ അടുത്തത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റിലെ എലമെന്റുകളുടെ എണ്ണം പരിമിതമാണെങ്കിൽ ആ സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കാം, ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. അതായത് ഒരു സെറ്റിലെ എലമെന്റുകളുടെ എണ്ണം ഡെഫിനിറ്റ് ആണ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റി അല്ലേ. അങ്ങനെയാണ് അതിനെ എന്തെന്ന് വിളിക്കാം, ഫൈനൈറ്റ് സെറ്റ്. അല്ലാത്ത സെറ്റിനെ എന്തെന്ന് വിളിക്കാം, ഇൻഫിനിറ്റ് സെറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. 5ലെ താഴെയിട്ടുള്ള നാച്ചുറൽ നമ്പറിന്റെ സെറ്റ്. 5ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ ഏതാ, 1 2 3 4 4 എലമെന്റ് ഉള്ളത്. അപ്പോൾ ഇത് പരിമിതമാണ് അല്ലേ. അപ്പോൾ ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ്. അതേസമയം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ 1 2 3 4 എക്സെട്ര അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് നിങ്ങൾ കണ്ടു, എന്ത് കണ്ടു, ഇൻഫൈനൈറ്റ് സെറ്റ്. നമുക്ക് ഇനി അതിൻ്റെ ഡെഫിനിഷൻ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഡെഫിനിഷൻ ശ്രദ്ധിച്ച്, എ സെറ്റ് വിച്ച് ഈസ് എം ടി ഓർ കൺസിസ്റ്റ് ഓഫ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഈസ് കോൾഡ് എ ഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ എം ടി സെറ്റും ഫൈനൈറ്റ് ആണ്. പിന്നെ അംഗങ്ങളുടെ എണ്ണം പരിമിതമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളെങ്കിൽ അഥവാ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ചെങ്കിൽ ആ സെറ്റിനെ എന്തെന്ന് വിളിക്കാം, ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. അതർവൈസ് ദ സെറ്റ് ഈസ് എന്താണ്, ഇൻഫൈനൈറ്റ്. അല്ലാത്ത സെറ്റിനെ എന്തെന്ന് വിളിക്കാം, ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. നമുക്കിനി എക്സാമ്പിൾ ശ്രദ്ധിക്കാം. W, ഫസ്റ്റ് എക്സാമ്പിൾ, W be the set of all dates in a week. അല്ലേ, നിങ്ങൾക്കറിയാം ഒരാഴ്ചയിലെ ദിവസങ്ങൾ അല്ലേ, സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ അല്ലേ. അത് ദിവസമുള്ള ഒരു സെറ്റാണ് W എന്ന് പറയുന്നത്. അപ്പോൾ ഡബ്ല്യൂവിൽ എത്ര എലമെന്റ് ഉണ്ട്, 7 ഉണ്ട് അല്ലേ. അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രൂത്ത് ആണ്, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം then W is a finite set. then W is a finite set. W എന്താണ്, ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. നമുക്ക് അടുത്ത എക്സാമ്പിൾ ശ്രദ്ധിക്കാം.
S be the set of all solutions of the equation x square minus 16 equal to 0. x square minus 16 equal to 0 എന്ന് പറയുന്ന ഇക്വേഷന്റെ എല്ലാ സൊല്യൂഷനുമാണ് എസ് വന്നിരിക്കുന്നത്. അപ്പോൾ അല്ലേ, അപ്പോൾ എസ് എന്തായിരിക്കും ശരിക്കും നിങ്ങൾക്കറിയാം. എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ എക്സ് എന്താണ്? റൂട്ട് 16 അല്ല, റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ഓർ മൈനസ് 4 ആണ്. അപ്പോൾ പ്ലസ് 4 മാത്രമല്ല മൈനസ് 4 കൊടുക്കും. അപ്പോൾ എസ്സിൽ ഏതൊക്കെ എലമെന്റാണ് വരുന്നത്? 4ഉം -4 വരുന്നത്, അഥവാ -4 4 വരുന്നത്, രണ്ട് എലമെന്റ് ഉള്ള സെറ്റാണ്. അപ്പോൾ ഈ സെറ്റും എന്താണ്? ഫൈനൈറ്റ് സെറ്റാണ് അല്ലേ. ദെൻ എസ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ് അല്ലേ. അടുത്ത ശ്രദ്ധിച്ച്, ലെറ്റ് G be the set of all points in a line. ഈ സെറ്റ് ശ്രദ്ധിച്ച് എന്താണ്? ഒരു ലൈനിലെ എല്ലാ പോയിന്റുകളുടെയും കളക്ഷൻ അല്ലെ. ഒരു ലൈനിൽ എത്ര പോയിന്റ് ഉണ്ട്? 2 പോയിന്റുള്ള ഒരു ലൈൻ അല്ല, അനേകം പോയിന്റുകളുണ്ട്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുമോ ഒരു ലൈനിലുള്ള പോയിന്റുകളുടെ എണ്ണം? ഇല്ല അല്ലെ. അതും നമുക്ക് പറയാം. ദെൻ G is an infinite set. അപ്പോൾ എന്താണ് ഫൈനൈറ്റ് സെറ്റ്, എന്താണ് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, അതിന് മുമ്പ് നമ്മൾ പഠിച്ചത് എം ടി സെറ്റ്. എം ടി സെറ്റും എന്താണ്? ഫൈനൈറ്റ് അല്ലേ. അപ്പോൾ എം ടി സെറ്റ് ഫൈനൈറ്റ്, പിന്നെ എന്താണ്? എലമെന്റുകളുടെ എണ്ണം ഒരു എലമെന്റ് പോലും ഇല്ലാത്ത സെറ്റും ഫൈനൈറ്റ് ആണ്. എലമെന്റുകളുടെ എണ്ണം പരിമിതമായിട്ടുള്ള സെറ്റും എന്താണ്? ഫൈനൈറ്റ് സെറ്റാണ്. അല്ലാത്തതെല്ലാം എന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റാണ്. നമ്മൾ നേരത്തെ സെറ്റുകളെ 2 രീതിയിൽ അവതരിപ്പിക്കാമെന്ന് പഠിച്ചായിരുന്നു അല്ലേ. എന്തൊക്കെയാണ്? റോസ്റ്റർ ഫോമും പിന്നെ എന്താണ്? സെറ്റ് ബിൽഡർ ഫോമും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇൻഫൈനൈറ്റ് സെറ്റിനെ ഒന്നും റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റത്തില്ല. കാരണം എന്താ? റോസ്റ്റർ ഫോം ആ സെറ്റിലുള്ള എല്ലാ എലമെന്റുകളെയും ലിസ്റ്റ് ചെയ്ത് എഴുതി പ്രദർശിപ്പിക്കുന്ന രീതിക്കാണ് ഇതെന്ന് വിളിക്കുന്നത് റോസ്റ്റർ ഫോം എന്ന് പറയാം അല്ലേ. അപ്പം നിങ്ങൾക്കറിയാം ഇൻഫൈനൈറ്റ് സെറ്റിനെ ഒന്നും, അതായത് നമുക്കറിയാം നാച്ചുറൽ നമ്പർ സെറ്റ് എന്താണ്? 1 2 3 എല്ലാ എലമെന്റും നമുക്ക് എഴുതാൻ പറ്റുന്നില്ല അല്ലേ. കോമ ഇട്ടിട്ട്, പിന്നെ ഇൻഫൈനൈറ്റ് സെറ്റാണ്, കോമ ഇട്ടിട്ട് 3 ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ അവസാനിപ്പിക്കും അല്ലേ. ഇത് എന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഇതതിൻ്റെ റോസ്റ്റർ ഫോം അല്ല. റോസ്റ്റർ ഫോം എന്ന് പറയണമെങ്കിൽ ഇങ്ങനെ എക്സെട്ര അല്ല, എല്ലാ എലമെന്റും എഴുതി പ്രദർശിപ്പിക്കാം. അതിനെയാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫൈനൈറ്റ് സെറ്റിന്റെ ഒരു പ്രത്യേകതയാണ്, ഇൻഫൈനൈറ്റ് സെറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുന്നില്ല? റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു നോട്ടായിട്ട് നമുക്ക് എഴുതാം. All infinite set cannot be described in the roster form. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. ഒരു 5 ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽസ് 0. ഈ 2 വ്യവസ്ഥകൾ പാലിക്കപ്പെടണം. ഈ ഇക്വേഷൻ ശരിയാവണം. പിന്നെ എക്സ് എന്തായിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അങ്ങനെയുള്ള എക്സ് ഈ സെറ്റാണ് അല്ലേ. നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. 5 ക്വസ്റ്റ്യൻ ഉണ്ട്, ഓരോന്നും എടുത്ത് നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിന്റെ റോസ്റ്റർ ഫോം നമ്മൾ എഴുതാൻ ശ്രമിച്ചാൽ അല്ലേ, നിങ്ങൾക്കറിയാം എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ 0. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് 0 ഫാക്ടർ തിയറം. നിങ്ങൾ 10th ക്ലാസ്സിലൊക്കെ പഠിച്ചത് അല്ലേ. എയും ബിയുടെ ഗുണിക്കുമ്പോൾ 0 കിട്ടി. അല്ലെങ്കിൽ ആ തിയറം നിങ്ങൾ മനസ്സിലാക്കുക. എ ബി ഒരു പ്രൊഡക്റ്റ് എ ബി, എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ വാട്ട് വി ക്യാൻ സേ ഐദർ എ ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 0 ഓർ ബോത്ത് എ ആൻഡ് ബി, എ ഈക്വൽ ടു ബി ഈക്വൽ ടു 0 അല്ലേ. ഇത് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ അല്ലെങ്കിൽ 2 പ്രൊഡക്റ്റ് 0 കിട്ടുമെങ്കിൽ ഒന്നെങ്കിൽ ആദ്യത്തെ സംഖ്യ 0 ആയിരിക്കണം, അല്ലെങ്കിൽ അടുത്ത സംഖ്യ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ്? രണ്ടും 0 ആയിരിക്കണം. അപ്പോൾ ഇത് ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ 0. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് മൈനസ് 1 ഈക്വൽ 0 ഓർ എക്സ് മൈനസ് 2 ഈക്വൽ 0. അപ്പോൾ അങ്ങനെ എഴുതുന്ന തീരത്തെ 0 ഫാക്ടർ തീരം എന്നാണ് പറയുന്നത് അല്ലേ. സോ എക്സ് ഈക്വൽ ടു 1 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 2 അല്ലേ. അപ്പോൾ നമ്മൾ നോക്കണം എക്സ് 1 എക്സ് 2 അത് നാച്ചുറൽ നമ്പർ ആണോ എന്ന് നോക്കണം. അപ്പോൾ 1 നാച്ചുറൽ നമ്പർ, 2 നാച്ചുറൽ നമ്പർ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആ സെറ്റ് എന്താണ്? 1 ഉം 2 ഉം. ഇത് ഫൈനൈറ്റ് സെറ്റ് ആണോ ഇൻഫൈനൈറ്റ് സെറ്റ് ആണോ അല്ലേ. ദെൻ
രണ്ട് എലമെന്റ് ഉള്ള സെറ്റ്. ദെൻ ഇതാണ് ഫസ്റ്റ് വൺ ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. ശ്രദ്ധിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 അല്ലേ? എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം, എക്സ് സ്ക്വയർ 4 ആണെങ്കിൽ എക്സ് റൂട്ട് 4 ആണ്. എത്ര? +or-2. അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഒരു സംഖ്യയുടെ സ്ക്വയർ 4 ആണ്. ഒരു സംഖ്യയുടെ സ്ക്വയർ പോസിറ്റീവ് 4 ആണ്. അപ്പോൾ പോസിറ്റീവ് 4 സ്ക്വയർ വരത്തക്ക വിധം രണ്ട് സംഖ്യകളുണ്ട് അല്ലേ? 2ന്റെ സ്ക്വയർ 4 ആണ്, -2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് 2 -2. പക്ഷേ നമ്മുടെ എക്സ് എന്താണ്? നാച്ചുറൽ നമ്പർ സെറ്റാണ്. അപ്പോൾ നാച്ചുറൽ നമ്പർ സെറ്റിൽ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ രണ്ടാമത്തെ സെറ്റ് എന്തായിട്ട് മാറും? 2 മാത്രമുള്ള ഒരു സെറ്റായിട്ട് മാറും. ഇങ്ങനെ ഓരോ എലമെന്റ് മാത്രമുള്ള സെറ്റിനെ സിംഗിൾട്ടൺ സെറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? അത് നമുക്ക് പിന്നീട് നോട്ടായിട്ട് തരാം. എന്താണ്? ഒരു എലമെന്റ്, ഏകാംഗ ഗണം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ സിംഗിൾട്ടൺ സെറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹിയർ ഓൾസോ എന്താണ്? സെക്കൻഡ് വൺ ഈസ് എ ഫൈനൈറ്റ് സെറ്റ് അല്ലേ? നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ മനസ്സിലായല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എക്സ് സ്ക്വയർ -4 ഈക്വൽ ടു 0 ആയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇത് എക്സ് സ്ക്വയർ -2 സ്ക്വയർ ഈക്വൽ ടു 0 ആയി. സോ ദിസ് ഈസ് ഓഫ് ദി ഫോം എ സ്ക്വയർ -b സ്ക്വയർ അല്ലേ? എ സ്ക്വയർ -b സ്ക്വയർ എന്താണ്? a + b ഇൻറ്റു എന്താണ്? a - b ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എക്സ് 0 ഫാക്ടർ തിയറം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് x + 2 ഈക്വൽ ടു 0 ഓർ x - 2 ഈക്വൽ ടു 0. x + 2 ഈക്വൽ ടു 0 നിങ്ങൾക്ക് കിട്ടും x ഈക്വൽ ടു -2. അതാണ് ഈ വന്നിരിക്കുന്ന ഒരു വാല്യൂ. x - 2 ഈക്വൽ ടു 0 നിങ്ങൾക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു 2. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് മാത്രമേ നാച്ചുറൽ നമ്പറായിട്ട് എണ്ണത്തിൽ നിന്ന് കിട്ടുന്നുള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അത് ഒരു എലമെന്റ് ഉള്ള സെറ്റാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് 2x - 1 ഈക്വൽ 0. നിങ്ങൾക്കറിയാം 2x - 1 0 ആണെങ്കിൽ 2x ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സ് എന്താണ്? 1/2. 1/2 നാച്ചുറൽ നമ്പർ ആണോ? അല്ല. അതിനർത്ഥം 2x - 1 ശരിക്കും 2x - 1 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഏതോ ഒരു സംഖ്യയുടെ 2 ഇരട്ടിയിൽ നിന്ന് 1 കുറച്ചാൽ 0 കിട്ടും. അങ്ങനെയാണ് ആ സംഖ്യ ഏതാണ്? 1/2. 1/2ന്റെ 2 ഇരട്ടിയിൽ നിന്ന് 1 കുറച്ചാൽ 0 ആവത്തുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷനാണ് അല്ലേ? ആ ഇൻഫർമേഷനാണ് ഞാൻ ഈ പറഞ്ഞത്. എന്താണ്? ഒരു സംഖ്യയുടെ 2 ഇരട്ടിയിൽ നിന്ന് 1 കുറച്ചാൽ 0 കിട്ടുമെന്നുള്ളൊരു ഇൻഫർമേഷൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡലാണ് 2x - 1 ഈക്വൽ ടു 0. അപ്പോൾ ഏതൊരു ഇക്വേഷനും നമ്മളോട് പറയുന്നത് ഒരു ഇൻഫർമേഷനാണ് അല്ലേ? ഒരു ഫാക്റ്റ് നമ്മളോട് പറയുകയാണ്. ആ ഫാക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടിയത് എത്ര? 1/2. 1/2 നാച്ചുറൽ നമ്പർ സെറ്റല്ല. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എക്സ് 1/2 തന്നെ ആ സെറ്റിൽ എഴുതാം. അപ്പോൾ എക്സ് നാച്ചുറൽ നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ സെറ്റാണ്. നമ്മൾ പ്രത്യേകം പറഞ്ഞു നൾ സെറ്റും എന്താണ്? ഫൈനൈറ്റ് സെറ്റാണ്. ദെൻ the third one is also a finite set. നമ്മൾ 3 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഈസ് എ പ്രൈം. എക്സ് ഈസ് പ്രൈം. എന്താ പ്രൈം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ 10th ക്ലാസ്സിലൊക്കെ പ്രൈം നമ്പറിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്താ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ? മലയാളം പറഞ്ഞാൽ അപ്പോൾ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം അഭാജ്യ സംഖ്യ. ഒരു സംഖ്യയ്ക്ക് ആ സംഖ്യയ്ക്ക് 1 മാത്രമേ ഡിവൈസർ ഉള്ളെങ്കിൽ അത്തരം സംഖ്യകളെ എന്താണ് വിളിക്കുന്നത്? അഭാജ്യ സംഖ്യകൾ. അപ്പോൾ പ്രൈം നമ്പർ എ നമ്പർ ഹാസ് ഓൺലി 2 ഡിവൈസേഴ്സ്. എ നമ്പർ ഹാസ് ഓൺലി 2 ഡിവൈസേഴ്സ്. എ നമ്പർ ആൻഡ് 1. അപ്പോൾ അങ്ങനെയുള്ള നമ്പറുകളെ എന്തെന്ന് വിളിക്കുന്നത്? പ്രൈം നമ്പർ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. 2ന്റെ ഫാക്ടർ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ ഡിവൈസർ ഏതൊക്കെയാണ്? ഘടകങ്ങൾ ഏതൊക്കെയാണ് 2ന്റെ? 2ഉം 1ഉം മാത്രമേ അല്ലേ? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്താണ്? 2 ആണ്. 1ന്റെ പ്രൈം നമ്പർ അല്ല. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. ആൻഡ് 3 ശ്രദ്ധിച്ച്. അനദർ ആൻഡ് ദ നെക്സ്റ്റ് പ്രൈം ഈസ് 3. 3 കഴിഞ്ഞാൽ പിന്നെ ഏതാ പ്രൈം നമ്പർ? 5. 5 കഴിഞ്ഞാൽ ഏതാ? 7. 7 കഴിഞ്ഞാൽ ഏതാ? ഓഡ് നമ്പർ എല്ലാം പ്രൈം അല്ല. 9 പ്രൈം അല്ല. 9 1ഉം 9ഉം ഫാക്ടർ ആയിട്ടുണ്ട്. അത് കൂടാതെ 9 3 എന്ന് പറയുന്ന ഫാക്ടറും ഉണ്ട്. അപ്പം അങ്ങനെ 2 ഫാക്ടർ മാത്രമേ പാടുള്ളൂ. ആ നമ്പറും
പിന്നെ എന്താണ് 1. അങ്ങനെയുള്ള നമ്പറെ പ്രൈം നമ്പർ എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്ന പ്രൈം നമ്പർ 11. അപ്പോൾ ഇങ്ങനെ പോകുന്നത് പ്രൈം നമ്പർ. ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ച്, നമ്മുടെ ഈ സെറ്റിൽ എക്സ് ഈസ് പ്രൈം ആൻഡ് എക്സ് ബിലോങ്സ് ടു എൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരിക്കും നമ്മൾ ഈ പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ പ്രൈം നമ്പറും എന്താണ് നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ നമ്മുടെ സെറ്റ് ഇങ്ങനെ വരുന്നത് 2, 3, 5, 7, 11 എക്സെട്ര അല്ലേ. ഇതെന്താണ് ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. അത് ഇൻഫൈനൈറ്റ് സെറ്റ്. Question number 5. Set of all x such that x belongs to n. Set of all x such that x belongs to n and x is odd. ഓഡ് നമ്പറാണ്. നാച്ചുറൽ നമ്പറുടെ എല്ലാം വന്നിട്ടില്ല, അതിൽ ഓഡായിട്ടുള്ള. അപ്പോൾ സിമ്പിളായിട്ട് എക്സ് എഴുതാൻ പറ്റും. ഓഡായിട്ടുള്ള നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 1. നാച്ചുറൽ നമ്പർ 1 മുതലാണ് തുടങ്ങുന്നത്. 2 ഓഡല്ല, ഈവൻ ആണ്. 3, 5, 7 എക്സെട്ര എന്ന് പറയുന്ന സെറ്റാണ്. ഈ സെറ്റ് എന്താണ്? ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് സെറ്റ് എന്താണ്, ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രോബ്ലമായി. നമ്മൾ അടുത്ത് പഠിക്കുന്നത് ഈക്വൽ സെറ്റ്സിനെ പറ്റി. എപ്പോഴാണ് രണ്ട് സെറ്റുകൾ ഈക്വൽ എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, given 2 sets A and B, രണ്ട് സെറ്റ് നമുക്കുണ്ട്, എയും ബി. അപ്പോൾ എയും ബിയും ഈക്വൽ എന്ന് പറയണമെങ്കിൽ എയിലെ എല്ലാ എലിമെന്റുകളും ബിയിൽ കാണും. അത് മാത്രം പോരാ, എയിലെ എല്ലാ എലിമെന്റുകളും ബിയിൽ കാണുക എന്ന് പറഞ്ഞാൽ, സപ്പോസ് എക്ക് ടു സെറ്റ് 1, 2, 3, ബിക്ക് ടു സെറ്റ് 1, 2, 3, 4 ഇങ്ങനെയാണ് ഇരിക്കട്ടെ. അങ്ങനെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ വ്യവസ്ഥ പാലിക്കപ്പെട്ടു. എയിലെ എല്ലാ എലിമെന്റുകളും ബിയിലുണ്ട്. അതുകൊണ്ട് എ ബി തുല്യമാണോ? അല്ല, നിങ്ങൾക്ക് മനസ്സിലായി, എ ബി തുല്യമാണ്. അപ്പൊ എയിലെ എല്ലാ എലിമെന്റുകളും ബിയിൽ ഉണ്ടാവുകയും ബിയിലെ എല്ലാ എലിമെന്റ് എയിൽ ഉണ്ടാവുകയും ചെയ്താൽ, ഇപ്പൊ ബിയിലെ എല്ലാ എലിമെന്റും എയിലുണ്ടോ? ഇല്ല. ഏതില്ല? 4 ഇല്ല. അപ്പൊ 4 മാറ്റിയാൽ എയിലെ എല്ലാ എലിമെന്റും ബിയിൽ ഉണ്ടാവുകയും ബിയിലെ എല്ലാ എലിമെന്റും എയിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വന്നാൽ എ ബിയെ നമുക്ക് എന്തെന്ന് പറയാം? ഈക്വൽ സെറ്റ് എന്ന് പറയാം. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അതാണ് given 2 sets A and B, if every element of A is also an element of B and if every element of B is also an element of A, then we can say A and B are equal sets. A and B എന്തെന്ന് പറയാം? ഈക്വൽ സെറ്റ് എന്ന് പറയും. നമുക്കിനി ഈക്വൽ സെറ്റിന്റെ ഡെഫിനേഷനോടൊന്ന് എഴുതാം. ഡെഫിനേഷൻ ഇതാണ് അതിന്റെ ഫാക്ട്. രണ്ട് സെറ്റ് ഈക്വൽ ആകണമെങ്കിൽ എയിലെ എല്ലാ എലിമെന്റും ബിയിൽ ഉണ്ടാകും. അപ്പൊ എയിലെ എല്ലാ എലിമെന്റും ബിയിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എയേക്കാൾ കൂടുതൽ എലിമെന്റും ബിയിൽ ഉണ്ടാകാം അല്ലെ. അപ്പൊ പിന്നെ അത് തിരിച്ച് വീണ്ടും പറയുന്നത് ബിയിലെ എല്ലാ എലിമെന്റുകളും എയിൽ ഉണ്ടാകണം. അപ്പൊ ആ വ്യവസ്ഥയുടെ പാലിക്കുമ്പോൾ എയുടെയും ബിയിലെ എലിമെന്റുകളുടെ എണ്ണം എക്സാക്ട് സെയിം ആയി മാറും അല്ലെ. അപ്പൊ എക്സാക്ട്ലി സെയിം എലമെന്റ് ആയിരിക്കണം എയും ബിയിലും ഉണ്ടാകുന്നത്. അങ്ങനെയാണ് എ ബി എന്ന് പറയാം ഈക്വൽ സെറ്റ് എന്ന് അല്ലെ. ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. 2 sets A and B are said to be equal if they have exactly the same element and we can write A equal to B. രണ്ട് സെറ്റ് ഈക്വൽ ആകുന്ന നൊട്ടേഷൻ ആണ് A equal to B. Otherwise the set are said to be unequal and we can write A not equal to B. നമുക്ക് ഇനി എക്സാമ്പിൾ ശ്രദ്ധിക്കാം. A equal to set 1, 2, 3, 4, 5 and B equal to set 4, 5, 1, 2, 3. ശ്രദ്ധിച്ചേ, എയിലെ എല്ലാ എലിമെന്റും ബിയിലുണ്ടല്ലോ, ബിയിലെ എല്ലാ എലിമെന്റുകളും എയിലുണ്ടല്ലോ. അഥവാ എയിലെ എക്സാക്ട്ലി സെയിം എലിമെന്റ് തന്നെയാണ് ബിയിൽ. വേറെ ഓർഡറിൽ എഴുതിയിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് പറയാം ഹിയർ എന്താണ് എ ഈക്വൽ ടു ബി. ഇവിടെ എയും ബി എന്താണ്? ഈക്വൽ ആണ്. മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. Let A be the set of
prime numbers less than 6 and B is the set of all prime factors of that. ശ്രദ്ധിച്ചെന്താണ് അപ്പോൾ എ എന്താണ്? നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എ എഴുതാൻ സാധിക്കും. എ ഈക്വൽ ടു സെറ്റ് പ്രൈം നമ്പർ ലെസ് ദാൻ 6. നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞാണ് സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. 2 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ 3 ആണ്. അടുത്ത പ്രൈം നമ്പർ 5 ആണ്. പിന്നെ 7 ആണ്. അത് 6ൽ മേളിലാണ്. അപ്പോൾ നമ്മുടെ ഏതെന്ന് പറഞ്ഞ സെറ്റ് ഇതാണ് അല്ലേ? 2, 3, 5. ഇനി ബി എന്ന് പറഞ്ഞ സെറ്റിനെ പറ്റി ശ്രദ്ധിച്ച് ഈസ് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30. 30യുടെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഘടകം അല്ലേ? 30യുടെ ഫാക്ടർ ഏതാ? ഏറ്റവും ചെറിയ ഫാക്ടർ 1 ആണ്. പിന്നെ നിങ്ങൾക്കറിയാം 2 ആണ്. പിന്നെ അടുത്ത ഫാക്ടർ 3 ആണ്. പിന്നെന്താണ്? 4 ഫാക്ടർ ആണോ? അല്ല. 5 ഫാക്ടർ ആണോ? ആ, 5 ഫാക്ടർ. പിന്നെ 6 ഫാക്ടർ. പിന്നെ ഏതാ? 30യുടെ ഫാക്ടർ. ദെൻ 10 ഫാക്ടറാ, 15 ഫാക്ടറാ, 13 ഫാക്ടർ. അപ്പോൾ ഇത്രയും ഒക്കെ എന്താണ്? 30യുടെ ഫാക്ടറാണ്. ഈ ഫാക്ടറിൽ പ്രൈമായിട്ടുള്ള ഫാക്ടർ 2 ആണ്, 3 ആണ്, 5 ആണ്. പിന്നൊന്നും പ്രൈം ഫാക്ടർ അല്ല. അപ്പോൾ ബി എന്ന് പറഞ്ഞ സെറ്റിലും എക്സാക്ട്ലി ഏതേ വരത്തുള്ളൂ? 2, 3, 5 അല്ലേ? ഹിയർ ഓൾസോ വി ക്യാൻ സേ എ ഈക്വൽ ടു. ഇവിടെ എന്താണ്? എയും ബി ഈക്വൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈക്വൽ സെറ്റിനെ പറ്റി മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചു വന്നത് എം ഡി സെറ്റ്, പിന്നെന്താണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്, ഈക്വൽ സെറ്റ്സ്. നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോബ്ലംസ് ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈക്വൽ സെറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് ഈക്വൽ സെറ്റ് ഇഫ് എനി, ഗീവ് ദ റീസൺസ്. എ എന്ന് പറയുന്ന സെറ്റ് സിംഗിൾട്ടൺ സെറ്റ് ആണ് തന്നിരിക്കുന്നത്, സെറ്റ് 0. ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റ് എന്താ തന്നിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സ് ലെസ് ദാൻ 5. സി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. ആൻഡ് ഡി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 25. ഇ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റഗ്രൽ പോസിറ്റീവ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 50. നമ്മുടെ ക്വസ്റ്റ്യൻ ഈ തന്നിരിക്കുന്ന ഇത്രയും സെറ്റുകളിൽ ഏതൊക്കെ സെറ്റുകളാണ് ഈക്വൽ സെറ്റ്? ഈക്വൽ സെറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് പോകുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? റോസ്റ്റർ ഫോമിൽ തന്നിരിക്കുന്നത് 0 അല്ലേ? രണ്ടാമത്തെ സെറ്റ് നോക്കിയേ ബി, അത് റോസ്റ്റർ ഫോമിലല്ല തന്നിരിക്കുന്നത്. പിന്നെന്താണ്? അത് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. എന്താ പറയുക? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 15 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ എക്സ് 15ൽ കൂടണം, എക്സ് എന്താണ് 5ൽ കുറയണം. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നമ്പർ ലൈൻ ഇതാണ് 0 അല്ലേ? 5 ഇവിടെ കുറേ മാറി 50. ഇപ്പോൾ എക്സ് 15ൽ കൂടുക എന്ന് പറയുമ്പോൾ അങ്ങോട്ടാണ്, എക്സ് 5ൽ കുറയുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. അപ്പോൾ 15ൽ കൂടുകയും 5ൽ കുറയുകയും ഒരേ സമയം തന്നെ 15ൽ കൂടുകയും 5ൽ കുറയുകയും ചെയ്യുന്ന സംഖ്യകളില്ല. അപ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? നൾ സെറ്റാണ്. അപ്പോൾ ബി നൾ സെറ്റിനുള്ള എക്സാമ്പിളാണ്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ സി എന്ന് പറയുന്ന സെറ്റ് ശ്രദ്ധിച്ച് അടുത്തത്. സി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് 5 ഈക്വൽ 0. എക്സിൽ നിന്ന് ഒരു സംഖ്യയിൽ നിന്ന് 5 കുറച്ചാൽ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സംഖ്യ 5 ആയിരിക്കും അല്ലേ? സോ എക്സ് മൈനസ് 5 ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ 5. സോ സി എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. അതുപോലെ ഡി എന്ന് പറയുന്ന സെറ്റ് നോക്കിയാൽ ഡി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 25. നമ്മൾ നേരത്തെ കണ്ടതാണ് ഒരു സംഖ്യയുടെ സ്ക്വയർ 25 ആണ്. ഒരു സംഖ്യ പോസിറ്റീവ് ആയിരിക്കും, ഒരു സംഖ്യ എന്താണ് നെഗറ്റീവ് ആയിരിക്കും. ഏതൊക്കെയാണ്? -5 ഉം 5 അല്ലേ? ഇനി അടുത്ത നമ്മുടെ ഇ എന്ന് ശ്രദ്ധിച്ച് ഇ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റഗ്രൽ പോസിറ്റീവ് റൂട്ട്. എന്താണ് ഇന്റഗ്രൽ പോസിറ്റീവ് റൂട്ട് എന്ന് പറഞ്ഞാൽ? ഇൻഡിജർ ആണ്, പോസിറ്റീവ് ആയിരിക്കണം. റൂട്ട് ഓഫ് ദി ഇക്വേഷൻ, ഈ ഇക്വേഷന്റെ റൂട്ട് ആയിരിക്കണം, ഈ ഇക്വേഷന്റെ റൂട്ട് ആയിരിക്കണം, അത് പോസിറ്റീവ് ഇൻഡിജറും ആയിരിക്കണം. അങ്ങനെയുള്ള എക്സ് എടുക്കണം. അപ്പോൾ ഈ ഇക്വേഷന്റെ റൂട്ടിനെ പറ്റി ചിന്തിച്ച് നമ്മൾ നേരത്തെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ 10th ക്ലാസ്സിൽ ചെയ്തതാണ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനാണ്. അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? പ്രൊഡക്റ്റ് -15 കിട്ടണം, പ്രൊഡക്റ്റ് -15, സം എത്ര കിട്ടണം? -2. അപ്പോൾ 15ന്റെ അല്ലെങ്കിൽ -15ന്റെ ഫാക്ടറിനെ പറ്റിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കറിയാം 1ഉം 15ഉം അതിൻ്റെ ഫാക്ടറാണ്, 3ഉം 5ഉം 15ന്റെ ഫാക്ടറാണ്. അപ്പോൾ 3ഉം 5, അപ്പോൾ 3ഉം 5 കൂടി ഇൻറ്റു ചെയ്താൽ +15 ആകും.
നമുക്ക് എന്താണ് -15. അപ്പോൾ ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കണം. പക്ഷെ സം എന്താണ് മൈനസ്. സം നെഗറ്റീവ് ആണെങ്കിൽ വലിയ സംഖ്യ നെഗറ്റീവ് ആയിരിക്കണം. സോ 3 × -5 ചെയ്താൽ -15 കിട്ടും. 3 -5 ആഡ് ചെയ്താൽ -2 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ശരിക്കും x + 3 × x - 5 = 0 സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് x + 3 = 0 or x - 5 = 0. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് x = -3 or x = 5 എന്നാണ്. അപ്പോൾ x = -3 or x = 5 എന്നാണ്. അപ്പോൾ x-ന് 2 പോസിബിൾ വാല്യൂസ് ആണ് കിട്ടിയത്, -3, 5. രണ്ടും ഇൻറ്റിജറാണ്. പക്ഷേ അതിൽ ഒരെണ്ണം മാത്രമേ എന്തുള്ളൂ? പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ടുള്ളൂ. അല്ലേ? നമ്മൾ പ്രത്യേകം പറയുന്നു പോസിറ്റീവ് റൂട്ട് എന്നാണ് പറഞ്ഞിരിക്കും. സോ എന്ന് പറയുന്ന സെറ്റിൽ ഏത് മാത്രമേ വരുത്തുള്ളൂ? 5 മാത്രമേ വരുത്തുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് ഇതിൽ ഏതൊക്കെ പെയർ ഈക്വലാണ്. ഒന്നാമത്തെ സെറ്റായ എ എടുത്താൽ എയിൽ 0, ബിയിലില്ല, സിയിലില്ല, ഡിയിലില്ല, ഇയിലില്ല. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് ഒരു സെറ്റിനോടും ഈക്വൽ അല്ല. അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റിലെ നൾ സെറ്റാണ്. നൾ സെറ്റായിട്ട് വേറൊരു സെറ്റും ഇല്ല. അപ്പോൾ ബിയും ആരോടും എന്താണ്? ഈക്വൽ അല്ല. അപ്പോൾ സി എന്ന് പറയുന്ന സെറ്റ് 5 ഇതിനകത്തുണ്ട്. പക്ഷേ 5 മറ്റൊരു എലമെൻറ്റോട് ഇതിനകത്തുണ്ട്. 5 ഏതിലുണ്ട്? ഇ എന്ന് പറയുന്ന സെറ്റിലുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ സെറ്റ് ഈക്വലാണ്? വി ക്യാൻ സേ ഇ ഈക്വൽ ടു സി ഈക്വൽ ടു ഇ. വേറെ ഒരു സെറ്റുകളും എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ ഈ തന്നിരിക്കുന്നതിലെ പെയർ ഓഫ് ഈക്വൽ സെറ്റ് എന്ന് പറയുന്നതാണ് സിയും ഇയും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ആർ ദി ഫോളോയിങ് പെയർസ് ഓഫ് സെറ്റ്സ് ഈക്വൽ? ഗീവ് ദ റീസൺ. 2 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് എ തന്നിരിക്കുന്നത് 2, 3 അല്ലേ? ബി തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ x² + 5x + 6 = 0. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എ തന്നിരിക്കുന്നത് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദി വേർഡ് ഫോളോ. ബി തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ y സച്ച് ദാറ്റ് y ഈസ് എ ലെറ്റർ ഇൻ ദി വേർഡ് വോൾഫ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ? ഒരെണ്ണം റോസ്റ്റർ ഫോമിലും മറ്റൊന്നും സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ സെറ്റിലെ എ എന്ന് നിങ്ങൾ നോക്കി, എ എത്ര? 2, 3 തന്നിരിക്കുക അല്ലേ? രണ്ടാമത്തെ സെറ്റ് ബി നോക്കി, ബി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is a solution of the equation x² + 5x + 6 = 0. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ ഇതാണ് x² + 5x + 6 = 0. എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് ആണ് ആദ്യം നോക്കേണ്ടത്. പ്രൊഡക്റ്റ് 6 ആയിരിക്കണം. സം എത്ര ആയിരിക്കണം? 5 ആയിരിക്കണം. എക്സിന്റെ കോഎഫിഷ്യന്റ് പ്രൊഡക്റ്റ് 6 ആകണമെങ്കിൽ 6ന്റെ ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കണം. 1ഉം 6ഉം ഒരു ഫാക്ടറാണ്. അതുപോലെ 2ഉം 3 ഫാക്ടറാണ്. അപ്പോൾ 1ഉം 6ഉം ഫാക്ടറാണ്, 2ഉം 3ഉം ഫാക്ടറാണ്. ഇതിൽ ഏത് പെയർ ആഡ് ചെയ്താലാണ് 5 കിട്ടുന്നത് അല്ലേ? ഇതിൽ 2ഉം 3 എന്ന് പറയുന്ന പെയർ ആഡ് ചെയ്താലേ 5 കിട്ടും. അപ്പോൾ ആ നമ്പറുകൾ 2ഉം 3ഉം. അപ്പോൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെഴുതാം? x + 2 × x + 3 = 0. So we will get x = -2 and x = -3 അല്ലേ? ഇപ്പോൾ ഇതിനകത്ത് പറയുന്നില്ല എക്സ് നാച്ചുറൽ നമ്പർ ആകണമെന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എക്സ് ഇപ്പോൾ റിയൽ നമ്പറാണ്. അപ്പോൾ -2 -3 എന്നാണ് റിയൽ നമ്പേഴ്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു -2 ആൻഡ് -3. ശ്രദ്ധിച്ച് എയും ബി ഈക്വൽ ആണോ? എയിലെ എല്ലാ എലമെൻറ്റും ബിയിലുണ്ടോ? ഇല്ല. ബിയിലെ എല്ലാ എലമെൻറ്റും ബിയിലുണ്ടോ? ഇല്ല. അഥവാ എയിലെ എക്സാക്ട് സെയിം എലമെൻ്റ് ആണോ ബി വന്നിരിക്കുന്നതല്ല. എയിലെ 2, 3ഉമാണ്. ബിയിൽ വന്നിരിക്കുന്നത് -2ഉം -3ഉം അല്ലേ? നമുക്ക് പറയാം എ നോട്ട് ഈക്വൽ ടു എ ബി ഈക്വൽ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദി വേർഡ് ഫോളോ. ഫോളോ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എയിലെ എലമെൻറ്റുകളും ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതി വരും. എഫ് ഒ എൽ 2 പ്രാവശ്യം എഴുതിയാൽ മതി. ഒ 2 പ്രാവശ്യം എഴുതിയാൽ മതി. ഡബ്ല്യു അല്ലേ? അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ബി എന്ന് പറയുന്ന സെറ്റ് വൂൾഫ് എന്ന് പറയുന്ന വേർഡിലെ ലെറ്ററാണ്. ഡബ്ല്യു ഒ എൽ എഫ്. ഇതിലെ എല്ലാ എലമെൻറ്റും ബിയിലുണ്ടോ? എഫ് ഉണ്ടോ? ഉണ്ട്. ഒ ഉണ്ടോ? ഉണ്ട്. എൽ ഉണ്ടോ? ഡബ്ല്യു ഉണ്ടോ? അതേപോലെ ബിയിലെ എല്ലാ എലമെൻറ്റും എയിലും ഉണ്ടല്ലോ. സോ വി ക്യാൻ സേ എ ഈക്വൽ ടു ബി because every element of A is also an element of B and every element of B is also an element of A. So A ഈക്വൽ ടു ഇതിൽ സെക്കൻഡ് പെയറിലെ 2 സെറ്റുകൾ എന്താണ്? ഈക്വൽ സെറ്റ്. നമ്മുടെ ഹോംവർക്കാണ്. ഹോംവർക്ക് പേജ് നമ്പർ 72
എക്സസൈസ് 1.2ൻ്റെ 1 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3 and 4 നിങ്ങളിത് ഹോംവർക്ക് ചെയ്യാം.